യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കുഞ്ഞിനെ മുറി തനിച്ച് കിടത്തിയിട്ട് എന്തിനു മോളെ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്നെ എന്റെ മോളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരാള് ഇനി ഇപ്പോഴും ഇങ്ങോട്ട് വരില്ലല്ലോ. ആ ഉറപ്പുണ്ട് എനിക്ക്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അമ്മ. എങ്ങനെയാ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുന്നേ? നിന്റെ പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷ നിന്റെ മനസ്സുകൊണ്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. നിനക്കതിന് പറ്റും മോളെ. ഇങ്ങനെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ എന്റെ ബെഡ്റൂമിനകത്ത് വരെ വന്നു. കുഞ്ഞിനെ എങ്ങനെ എടുത്തോണ്ട് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അമ്മ വേറൊന്നും കൊണ്ട് പറയല്ല. ഒന്നും വേണ്ട അമ്മ. സ്വത്തോ ബിസിനസ്സോ പണോ ഒന്നും വേണ്ട. എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ഏതെങ്കിലും ഒരു ഉൾഗ്രാമത്തില് ആരും എത്തിപ്പെടാത്തൊരു സ്ഥലത്ത്, നമ്മളെ തിരിച്ചറിയാത്തൊരു നാട്ടില്, നമ്മളുടേതായ ഒരു ചെറിയ ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. എല്ലാം പോട്ടെ, എല്ലാം എവിടെ കിടന്ന് നശിച്ച് അവസാനിക്കട്ടെ. എന്തിനാ മോളെ ഇങ്ങനെ പ്രതീക്ഷയറ്റവളെ പോലെ സംസാരിക്കുന്നത്? ഇനി ഇതിലും വലുതായി ഞാൻ എന്താ പ്രതീക്ഷിക്കേണ്ടത്? എല്ലാം നശിച്ചില്ലേ എന്റെ ജീവിതത്തില്? പ്ലീസ്, നീ ഇങ്ങനെ സംസാരിക്കരുത്. അതെനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറം. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് എന്റെ മോൾ എന്റെ മുന്നിൽ നിന്നാൽ അതെന്റെ പരാജയോ? ഈ നാട്ടിലേക്ക് ഞാൻ വരുമ്പോ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അന്നുണ്ടായിരുന്നതും ഇപ്പം നിനക്കില്ലാത്തതുമായൊരു കാര്യമുണ്ട്. ശുഭാപ്തി വിശ്വാസം, ആത്മധൈര്യം. ഈ ഉള്ളത് മുഴുവൻ ഞാൻ കെട്ടിപ്പടുത്തത് പാതി വഴിയിൽ നശിക്കാനായി ഉപേക്ഷിച്ചിട്ട് ഓടി ഒളിക്കാൻ വേണ്ടിയല്ല, സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാ, വളർത്താൻ തന്നെയാ. പക്ഷെ കാർത്തിക് എന്നെ എന്റെ മോളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? കാർത്തിക്കിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അധിക നാളവൻ പുറം ലോകം കാണില്ല. അറിയല്ലോ എന്റെ സ്വഭാവം. ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അത് ചെയ്തിട്ടേ അടങ്ങൂ. ഒരിക്കലും കാർത്തിക്ക് പുറം ലോകം കാണാത്ത വിധം അവനെ പൂട്ടിയിരിക്കും ഞാൻ. അതുറപ്പാ. എന്തായി സാർ, അവനെ കിട്ടിയോ? അവൻ ഈ പരിസരത്തുണ്ടെന്നാ ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. പോലീസുകാരെ പോയിട്ടുണ്ട്. അവൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ദൂരെ എങ്ങും പോവാൻ ഒരു വഴിയില്ല സർ. സുന്ദരി അവന്റെ കസ്റ്റഡിയിലാണെങ്കിൽ
ആ കുട്ടിയെ കൊണ്ട് ഈ നാട് വിട്ടു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങൾ ഈ ഏരിയ മുഴുവൻ സെർച്ച് ചെയ്യുന്നുണ്ട്. വാടകയ്ക്ക് കൊടുത്ത വീടുകൾ, ഒഴിഞ്ഞു കിടക്കുന്നവ, മറ്റു കെട്ടിടങ്ങൾ എല്ലാം പരിശോധിച്ചു വരികയാണ്. ഞങ്ങളുടെ കൊച്ചിനെ അവൻ അപായപ്പെടുത്തി കളഞ്ഞൊന്ന് പേടിയാ സാർ ഞങ്ങൾക്ക്. അല്ല, ഈ കുട്ടി IAS എക്സാം പാസ്സായ ആളാണെന്ന് അന്നെന്താ കൃഷ്ണൻ പറയാതിരുന്നത്? അത് അന്നത്തെ വെപ്രാളത്തിൽ വിട്ടുപോയതാ സാർ. നാളെ കളക്ടർ ആവേണ്ട ഒരു കുട്ടിയാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. ഇതിനെ അത്ര നിസ്സാരമായിട്ട് എടുക്കാനാവില്ല. മീഡിയാസിന്റെ കയ്യിലെങ്ങാനും കിട്ടിയ പോലീസിനെ ഇരുത്തി പൊറുപ്പിക്കത്തില്ല, അറിയോ? ആ വൈദേഹിമയുടെയൊക്കെ തലപ്പത്ത് തന്നെ സ്ട്രോങ് പ്രഷർ കൊടുക്കുന്നുണ്ട്. വിത്തിൻ 24 hours അവൻ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയിരിക്കും ഞങ്ങള്. എന്തായി? അവനവിടെ നിന്ന് രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത് സാർ. ഇവിടെ CCTV ഇല്ലേ? അവനിവിടെ എത്തിയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. കിട്ടിയ ഉടനെ വിളിക്കാന്ന് പറഞ്ഞു സാർ. ആ, ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? തൽക്കാലം കൃഷ്ണൻ പൊയ്ക്കോ. പക്ഷെ ഏത് സമയം വിളിച്ചാലും എത്തിയേക്കണം കേട്ടോ. ശരി സാർ. എടോ ജീവിക്കർ സാർ, വാവേ വാവേ, ചക്കരക്കുട്ടി ഇവിടെ. അമ്മയുടെ ചക്കരക്കുട്ടി എത്തിയേ. അമ്മയുടെ പൊന്നുമോളെവിടെ? മോളെ, ഇത് നീ മടക്കിക്കോ അതോ ഞാൻ മടക്കണോ? ഞാൻ ചെയ്തോളാം അമ്മേ, അമ്മ പൊയ്ക്കോ. മടക്കുമ്പോ അതില് ഉറുമ്പോ വല്ലതുണ്ടോന്ന് നോക്കണം, സൂക്ഷിക്കണം. അല്ലെ കുഞ്ഞിനെ കടിച്ചാലോ മോള് കരച്ചില് നിർത്തില്ല. ആരാ വിളിച്ചത്? അത് കസ്റ്റമർ കെയറിന്ന. കസ്റ്റമർ കെയർ എന്നാ വിളിച്ചതെങ്കിൽ ഇത്രയും ആലോചിക്കുന്ന എന്തിനാ നീ? കാർത്തിക്കാണോ വൈക വിളിച്ചത്? ഏയ് അല്ല. എന്താ വൈക ഇത്? സുന്ദരി വിളിച്ചപ്പോ നീ കട്ടാക്കി കളഞ്ഞു അല്ലേ? ആ കുട്ടി ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. കാണാതായേക്ക അവളെ. ഒരു പക്ഷേ എവിടുന്നെങ്കിലും രക്ഷപ്പെട്ട് അത് വിളിച്ചാണെങ്കിലോ? ഒരു അല്പം മനസാക്ഷി കാണിക്കണ്ടേ മോളെ നീ? എനിക്ക് അവളോട് ഇത്രയൊക്കെ മനസാക്ഷിയുള്ളൂ. പോലീസും ആൾക്കാരും മുഴുവനും അന്വേഷിച്ച് നടക്കുക അവളെ. ആ സമയത്താന്ന് ഓർക്കണം ഒരു കോള് വരുന്നത്. എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ ആ കോള് കട്ട് ചെയ്ത് കളഞ്ഞത് വളരെ മോശമായിപ്പോയി മോളെ. ഇറ്റ്സ് ക്രൂവൽ വൈക. അമ്മ വേണ്ട, അവളുടെ പേര് പറഞ്ഞ് വീണ്ടും എന്നോട് വഴക്കിടാൻ വരണ്ട. എന്റെ ഫോണിൽ നിന്ന് അവൾ വിളിക്കരുത്. നീ ഒന്ന് അടങ്ങ് വൈക.
ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിപ്പോയോ?